ഹായ് ഗൈസ്, ഞാൻ രാഖി. എല്ലാവർക്കും വാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ഞാനൊരു 3/4 കിലോളം അയക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല മാംസമുള്ള ഭാഗം നോക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാനൊരു സ്ക്വയർ പീസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി 2 ഇഞ്ച് വലുപ്പത്തിൽ 2 ഇഞ്ച് കഷ്ണങ്ങളും ഒരു 20 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അതായാലും മതി. ഇനി മാരിനേഷന് വേണ്ടി ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർക്കുക. ഒരു ചെറിയ സ്പൂൺ അളവിൽ ഇനി വിനിഗർ ചേർക്കണം. വിനിഗറിന് പകരം ലെമൺ ജ്യൂസ് ആയാലും മതി. ഇനി ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. സ്പൈസ് ലെവൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ മതി. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ മതിയേ. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവെന്ന് തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. അല്ല ആദ്യം മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടാലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്താൽ മതി. ഇനി ഇത് ഫ്രീസറിൽ കവർ ചെയ്ത് ഒരു 15-20 മിനിറ്റ് മാരിനേഷന് വേണ്ടി വെക്കുക. മാരിനേഷൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിന് ഞാൻ ഇടത്തരം വലിപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കുക. നാല് പച്ചമുളകും ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ഫിഷ് ഓരോന്നായി വെച്ച് ഒരു 1/4 ഭാഗത്തോളം വറുത്തെടുത്താൽ മതി. ബാക്കിയുള്ളത് മസാലയിൽ കിടന്ന് വെന്തോളൂ. 2 ഭാഗവും 1/4 ഭാഗത്തോളം വെന്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഫിഷ് വറുത്ത എണ്ണ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ ഉപയോഗിക്കാം. അത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിലെ മസാലയെല്ലാം വീണ്ടും എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പിടിക്കും. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ആ എണ്ണയിൽ വഴറ്റുക. അതിനുശേഷം നൈസായി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി നല്ലതുപോലെ വേകണം, വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിത് നല്ലോണം വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇന്ന് എനിക്ക് ലഞ്ചിന് സാമ്പാറും പയറുതോരനാണ്. ഫിഷ് റോസ്റ്റ് കൂടാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. ഇത് മറ്റൊരു ദിവസം ഇതിൻ്റെ വീഡിയോ കാണിക്കാം.
ഇതിപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതിപ്പം നല്ലതുപോലെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്ത് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നേരത്തെ ഫിഷ് വറക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉള്ളി വഴറ്റാൻ നേരം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പുളിവെള്ളം എന്തായാലും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തന്നെ വേണ്ടി വരും. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. കറി ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർക്കുക. മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ നോക്കണം. കുറച്ച് ഗ്രേവി പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഞാനിതിവിടെ ഡ്രൈ പരുവത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് വാങ്ങി വെക്കാം.